ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് കൈത്താക്കാലത്തിലെ 7ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി തന്നിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 6ാം അധ്യായത്തിൽ 19 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ്. യഥാർത്ഥ നിക്ഷേപം എന്താണെന്നും കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണെന്നും 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള ഹെഡിങ്ങുകളാണ് ഇതിനകത്തുള്ളത്. അതിലൊന്നാമത്തെ ഭാഗത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. അത് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 6ാം അധ്യായം 21-ാമത്തെ വചനമാണ്. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഉദാഹരണം പറഞ്ഞാൽ, ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അവൻ്റെ ലക്ഷ്യം പിന്നെ എന്തായിരിക്കും? ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് അവൻ പഠിച്ച് അത് ആ ലക്ഷ്യം 1ാം റാങ്ക് വാങ്ങിക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളോ എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്ത്യാനികളുടെ നിലയ്ക്ക് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? സ്വർഗരാജ്യം സ്വന്തമാക്കണം, ഈശോയെ സ്വന്തമാക്കണം. അതിനുള്ള വഴി എന്താണ്? അതിനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നെ പഠിപ്പിച്ചു തന്നത് ഞങ്ങളുടെ സെമിനാരിയിലെ റീജൻസി ഞങ്ങളുടെ ഫിലോസഫി പഠന കാലഘട്ടത്തിൽ ജോസഫ് നടുവിലെഴുത്ത് എന്ന് പറഞ്ഞ അച്ഛനാണ്. ഒരു ഭൂകമ്പത്തിൻ്റെ പശ്ചാത്തലമായിരുന്നു. സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഭൂകമ്പം ഉണ്ടായി. അന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്നത് ഞാനും പിന്നെ എന്നോടൊപ്പമുള്ള എൻ്റെ ബാച്ചിലെ 2 കൂട്ടുകാരും കൂടിയിട്ടാണ്. അപ്പോൾ ഈ കാഴ്ചസമർപ്പണത്തിൻ്റെ പാട്ട് പാടാനിടയ്ക്കാണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നത്. ഓടിക്കോ എന്ന് പറഞ്ഞ സ്വരം കേട്ടു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും പുറത്ത് കിടക്കാനുള്ള വെപ്രാളത്തിലാണ്. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ എന്തൊക്കെ ചെയ്താലും വാതിൽ കൂടെ എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ മരണം കാത്തിങ്ങനെ കണ്ണടച്ച് കൈ കൂപ്പി ഇങ്ങനെ നിന്ന്, കർത്താവ് എൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിച്ച് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടും സെമിനാരി ഇടിഞ്ഞ് വീഴുന്നില്ല. എല്ലാവരും വിചാരിച്ച സെമിനാരി ആ കെട്ടിടം ഇടിഞ്ഞ് വീഴാണെന്നാണ്. വീഴുന്നില്ല. അപ്പം ഞാൻ നോക്കി, ആരും കാണാനില്ല പള്ളിക്കകത്ത്. കുർബാന ചൊല്ലിയിരുന്ന അച്ഛൻ അൾത്താരയിൽ ഇങ്ങനെ ഈ കാസയും പീലാസയും മറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പിടിച്ച് കമന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൈക്കിൽ തട്ടി നോക്കിയപ്പോൾ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ മൈക്കിൽ തട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ഈ അച്ഛൻ തല ഉയർത്തിയിട്ട് എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വീണ്ടും ഈ മിശിഹാ കർത്താവിൻ തിരുമൈ നീണവും ഇതാ പാട്ടങ്ങ് പാട്ട് പാടിയപ്പോൾ ആ സൗണ്ട് കേട്ട് മറ്റ് ചെമ്മാച്ചന്മാരൊക്കെ സെമിനാരി ചാപ്പലിലേക്ക് കയറി വന്നു. ഭയഭക്തി നിർഭരമായിട്ട് ആ വിശുദ്ധ ബലിയർപ്പണം അങ്ങ് പൂർത്തിയായി. പക്ഷേ അതിന് ശേഷം കുറച്ച് ചെമ്മാച്ചന്മാർ കൂടിയിട്ട് ഈ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, അച്ഛൻ എന്തുകൊണ്ടാണ് ഓടാതിരുന്നത്? അച്ഛന് സങ്കീർത്തി വഴി ഓടി രക്ഷപ്പെടായിരുന്നല്ലോ. താഴെ പ്രൈവറ്റ് വാസി ചെല്ലിയിരുന്ന അച്ഛന്മാരൊക്കെ ബാസ്കറ്റ് ബോൾ കോർട്ടിലൂടെ ഈ കാപ്പയൊക്കെ ഇട്ട് ഓടുന്ന രംഗമൊക്കെ ചെമ്മാച്ചന്മാർ വിവരിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ മാത്രം ഓടിയില്ല. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ബലിപീഠം വിട്ട് ഞാൻ എവിടേക്ക് ഓടാനാണ്. അപ്പോൾ ഒരു പുരോഹിതൻ്റെ നിക്ഷേപം മുഴുവനും, അതുപോലെ തന്നെ രാജകീയ പൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ള ഓരോ അൽമായൻ്റെയും നിക്ഷേപം മുഴുവനും ഈ കർത്താവിൻ്റെ ബലിപീഠത്തിൽ വെച്ച് നമുക്ക് അതിൽ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും എളുപ്പവഴിയാണ് സ്വർഗരാജ്യം സ്വന്തമാക്കാൻ, യഥാർത്ഥ നിക്ഷേപം കരുതി വയ്ക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കുള്ള എളുപ്പവഴി ബലിപീഠത്തിൽ സ്വന്തമാക്കാനായിട്ട് ബലിപീഠത്തിൽ ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. രണ്ടാമതൊരു കൊച്ചു കാര്യം കൂടെ എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ സാധിക്കില്ലെന്ന് വചനം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കില്ല. ഒന്നുകിൽ ഒരുവനെ ദേഷിക്കും, അപരനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുക, അപരനെ നിന്ദിക്കുകയും ചെയ്യും. ഞാൻ ഇന്നിങ്ങനെ ഓർക്കുകയാണ്, ക്രിസ്ത്യാനികളുടെ ഓട്ടം കാണുമ്പോൾ ഇവർ 2 കർത്താവ് പറഞ്ഞ വചനം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഓടുന്ന പോലെയാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ആലോചിച്ച് നോക്കി, എല്ലാം തുടങ്ങുന്നത് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടാണ്. വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു, സംഭാവന കൊടുക്കുന്നു, പള്ളിക്ക് ദശാംശം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. അതിനുശേഷം ഫംഗ്ഷന്റെ പകുതി കഴിയുമ്പോഴോ മദ്യപാനവും ആർഭാടവും ധൂർത്തും അങ്ങനെ എല്ലാം കൊണ്ടും കർത്താവിനെ വേദനിപ്പിക്കുന്ന എല്ലാം ചെയ്തിട്ടാണ് ആ ഫംഗ്ഷൻ അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു. ഒരു വിവാഹത്തിൻ്റെ ആഘോഷം ഉണ്ടായാൽ നമ്മൾ നമ്മുടെ വിവാഹം ആശീർവദിക്കപ്പെടുന്ന ദേവാലയത്തിൻ്റെ അൾത്താരയിലേക്ക് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലെ എന്താ പറയുക, ഇവന്റ് മാനേജ്മെൻറ്റുകാർ ടീം ഒരുക്കിയിട്ടുള്ള മണ്ഡപവും കാര്യങ്ങളൊക്കെ ഓർക്കുക. മൈസൂർ രാജാവിൻ്റെ കൊട്ടാരത്തെ വെല്ലുന്ന രീതിയിലുള്ള ഡെക്കറേഷനും പൂക്കളും അലങ്കാരങ്ങളും ഒക്കെയാണ്. അൾത്താരയിൽ ഒരു 5 ബൊക്കെ വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുഖം പാടി 2 പോരെ എന്ന് ചോദിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ വചനത്തിൽ വിളിച്ചിട്ട് നമുക്കൊരു ധ്യാനിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം നമ്മുടെ കർത്താവിന് കൊടുക്കാനായിട്ട് പറ്റണം. മനുഷ്യരൊക്കെ പ്രീതിപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാനാണ്? അവർ നമ്മൾ ഒരുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൽ ഉപ്പില്ല, മുളകില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകും. നമ്മുടെ നിത്യകാലം സംരക്ഷിക്കേണ്ടതും നമ്മളെ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കേണ്ടത് നമ്മുടെ ഈശോയല്ലേ. അപ്പോൾ ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി മാത്രം ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ സർവശക്തനായ ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.